എട്ടാമത്തെ അവസാനത്തെയായ ബാബിൽ ഈജാസ് ഇസ്തിനാബ് മുസാബാത്ത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബാബാണ്. വസൽ ഫസൽ പോലെയോ അല്ലെങ്കിൽ ഖസ്ർ പോലെയോ ഒന്നും അത്രയും സങ്കീർണതകളൊന്നും ഇല്ലാത്തില്ല. ഈജാസ് ഇസ്തിനാബ് മുസാബാത്ത് അതായത് ഒരു ആശയത്തെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതിന് മൂന്ന് മെത്തേഡുകളാണുള്ളത്. മൂന്ന് സ്റ്റൈലിൽ നമുക്ക് പറയാം. ഒന്ന് നമുക്കൊരു ഞാൻ അത് പാഠത്തിൽ പറഞ്ഞിരുന്നു. ആശയം 1/2 കിലോ ആണെങ്കിൽ 1/2 കിലോ പദം കൊണ്ട് അതിനെ ഉപയോഗിക്കാം. അതിന് മുസാവാത്ത് എന്ന് പറയും. 1/2 കിലോ ആശയം 1/2 കിലോ പദങ്ങൾ. ഇനി ചിലപ്പോൾ 1/2 കിലോ ആശയത്തിന് 1/4 കിലോ പദം കൊണ്ട് പറയും. അതിന് ഈജാസ് എന്ന് പറയും. ചുരുങ്ങിയ പദം കൂടുതൽ ആശയം. ചിലപ്പോൾ 1/2 കിലോ ആശയത്തിന് 3/4 കിലോ പദം പറയും. അതിന് ഇത്നാബ് എന്ന് പറയും. ആശയം കുറവ്, പദം കൂടുതൽ. ഇതിനെ മൂന്നും ഖുറാനിലുണ്ട്. നോക്കാം. കുല്ലുമാ യജൂലു ഫി സദരി മിനൽ മആനി, നമ്മുടെ മനസ്സിൽ ചുറ്റിത്തിരിയുന്ന ധാരാളം ആശയങ്ങൾ. യുംകിനു അയ്യോ അബ്ബർ അൻഹു ബി സലാസി തുറുക്കിൻ, 3 രീതിയിൽ അതിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും. ഒന്ന് അൽ മുസാവാത്ത് വഹിയ അത് തഅദിയത്തുൽ മഅനൽ മുറാദ് ബി ഇബാറത്തിൻ മുസാവിയത്തിൻ ലഹു, ഉദ്ദിഷ്ട ആശയത്തെ തത്തുല്യമായ പദം കൊണ്ട് പറയുന്നതിനാണ് മുസാവാത്ത് എന്ന് പറയുക. ബിയൻ തക്കൂന അലൽ ഹദ്ദില്ലതി, ബിയൻ തക്കൂന ആ നിർവഹണമാകുക അലൽ ഹദ്ദില്ലതി ഒരു രീതിയിൽ, അല്ലതി ജറാബിഹി ഉർഫു ഔസാത്തിനാസി, ഒരു ഒരു മധ്യ നിലവാരത്തിലുള്ള ആളുകളുടെ ഒരു ശൈലിയാണ് എന്ന് വേണ്ടി നമുക്കതിനെ പറയാം, വിശേഷിപ്പിക്കാം. ഒരു മധ്യ നിലവാരമുള്ള, തീരെ ലോയും അല്ല അതുപോലെ ഹൈ ക്ലാസ്സും അല്ല, ഒരു മധ്യ നിലവാരത്തിലുള്ള ആളുകളുടെ ഒരു ശൈലി അനുസരിച്ചാണ് ഈ നിർവഹണം മുസാബാത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മധ്യനിലവാരം എന്ന് പറഞ്ഞാൽ ആരാണ്? വഹുമുല്ലദീന, അവർ ലം യർത്തഖു ഇലാ ദറജത്തിൽ ബലാഗ, സാഹിത്യത്തിൻ്റെ ഉയർന്ന ഗരിമയിലേക്ക്, ആ പദവിയിലേക്കും എത്തിയിട്ടില്ല. വലം യൻഹത്തു ഇലാ ദറജത്തിൽ ഫഹാഹ, അല്ലെങ്കിൽ വളരെ അവിവേകത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷാ വൈകൃതത്തിൻ്റെ ഒരു താഴ്ന്ന നിലവാരത്തിലേക്കും അവർ പോയിട്ടില്ല. അങ്ങനെ മധ്യമായ നിലവാരമുള്ള ആളുകൾ പൊതുവെ അവരുടെ ആശയ നിർവഹണം ഇങ്ങനെയായിരിക്കും. തത്തുല്യമായ പദങ്ങൾ കൊണ്ട് ഉള്ള ഒരു രീതിയായിരിക്കും. ഉദാഹരണം, വൈദാർ ഐതല്ലദീന ഖൂദൂന ഫി ആയാതിന ഫഅരിദ് അൻഹും, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചർവണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടാൽ അവരിൽ നിന്നും താങ്കൾ പിന്തിരിഞ്ഞു പോയേക്കണം. കൃത്യമായ ഒരു ആശയം കൃത്യമായ പദങ്ങൾ കൊണ്ട് പറഞ്ഞു. ഇജാസ് എന്ന് പറഞ്ഞാൽ ബഹുവ താദിയത്തുൽ മാന, ആശയത്തെ പ്രതിനിധീകരിക്കുക, നിർവഹിക്കുക. ബി ഇബാറത്തിൻ നാഖിസത്തിൻ അൻഹു, ഒരു ചുരുങ്ങിയ പദം കൊണ്ട് മാ വഫാഇഹാ ബിൽ ഗറളി, ശ്രദ്ധിക്കണം, ഒരു ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കുകയും വേണം. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് കുറഞ്ഞ വാക്കിൽ കൂടുതൽ ആശയം പറയാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി അവിടെ പൂരകമായി പൂർത്തിയാക്കി അവിടെ കാണുകയും ചെയ്യണം. അതാണ് അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. കാരണം 1/4 കിലോ പദം കൊണ്ട് 1/2 കിലോ ആശയം പ്രദാനം ചെയ്താൽ പോരാ, അവിടെ ആ ലക്ഷ്യത്തിനൊരു പരിക്കും ഏൽക്കാൻ പാടില്ല. ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് വേറെയാണ്. അത് താഴെ പറയും. ഖിഫാ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വ മൻസിലിൻ, നമ്മൾ ഇതിൻ്റെ കഥകളൊക്കെ വിശദമായിട്ട് പാഠത്തിൽ പറഞ്ഞതാണ്. ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന വിശ്രുതനായ കവി, അദ്ദേഹം പ്രായപൂർത്തി എത്തിയിട്ടും കവിത പാടാതിരുന്നപ്പോൾ പിതാവ് 2 ആരാച്ചാരുടെ കൂട്ടത്തിൽ താഴ്വരകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി അയച്ചതാണ്. പക്ഷേ ആ താഴ്വരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആലപിച്ച ആ പാട്ട്, ഖിഫ 2 പേര് നിൽക്ക് നബിക്ക് നമുക്ക് കരയാന്നേ, ദിക്റ ഹബീബിനോ മൻസിലിൻ, നമ്മളുടെ ഗൃഹാതുര സ്മരണകളൊക്കെ ഓർത്ത് നമുക്ക് കരയാം. പഴയ കൂട്ടുകാർ, പഴയ വീട്, പഴയ ചുറ്റുപാട്, പഴയ ആറ്റിൽ പോയി കുളിച്ചത്, തോട്ടിൽ പോയി നീന്തിയത്, ഇതൊക്കെ നമുക്ക് ഓർത്തങ്ങ് കരയാം. നിൽക്ക് നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇമ്രുൽ ഖൈസ് ഇവരൊറ്റ ഒരു കവിതയുടെ പകുതി പീസ് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അവരെ കരയിപ്പിച്ചു എന്നുള്ളതാണ്. എത്രയോ അല്ലേ ആശയങ്ങളിലേക്ക് ഈ ഒരു പകുതി വരി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാർട്ട്, ഈ ഹാഫ് പാർട്ട് കൊണ്ടുപോവുകയാണ് ഗൃഹാതുര സ്മരണകളിലേക്ക്, ആ നൊമ്പരങ്ങളിലേക്ക്, ആ ഓർമ്മകളിലേക്ക്, അല്ലേ, ദീപ്തമായ ആ ചുറ്റുപാടുകളിലേക്ക്, അല്ലേ, എല്ലാം പോവുമല്ലേ. ജസ്റ്റ് ഒരു വരിയേ ഉള്ളൂ, ഒരു വരിയുടെ പകുതിയേ ഉള്ളൂ. അതാണ് ഈജാസ് എന്ന് പറയുക. ഫൈദാലം യഫിബിൽ ഖറാദി, നമ്മൾ പറഞ്ഞിരുന്നു, ലക്ഷ്യം പൂർത്തിയായിരിക്കണം. അത് പൂർത്തിയായില്ലെങ്കിൽ സുമ്മി ഇഖ്ലാലൻ, അതിന് ഇഖ്ലാൽ എന്നാണ് പറയുക. അതായത് ഇഖ്ലാൽ എന്ന് പറഞ്ഞാൽ അപാകത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഭംഗിയായ ഒരു കാര്യത്തെ ഇടർച്ച ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. കൗലി വലൈഷു ഖൈറുൻ ഫീ ളിലാലിൻ നൗകി മിമ്മൻ ആശ കദ്ദാ, വലൈഷു ഖൈറുൻ, ജീവിതം നല്ലതാണ്, ഫീ ളിലാലിൻ നൗകി, ഈ വിഡ്ഢിത്തരത്തിൻ്റെ തണലിൽ, അതായത് അവിവേകത്തിൻ്റെ തണലിൽ ജീവിക്കലാണ് നല്ലത്. മിമ്മൻ ആശ ഗദ്ദൻ, അല്ലേ, വളരെ ക്ലേശം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ. ഇതാണ് ഇവിടുത്തെ ഉദ്ദേശം.
ക്ലിയർ ആയില്ലേ? ക്ലേശം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ. മുറാദ് ഹുവിൻ്റെ ഉദ്ദേശം എന്താണ് കവിയുടെ? അന്നൽ ഐഷർ റഗദ, സുഭിക്ഷമായ ജീവിതം, ഫീ ലിലാലിൽ ഹുംഖി, അവിവേകത്തിന് തളിൽ, അതായത് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല, ഒരു നിസ്സംഗമായ ജീവിതം നടത്താം. നിസ്സംഗമായ ഒരു ജീവിതമാണ് നല്ലത്. ഖൈറുൻ, അത് നല്ലത്, മിനൽ ഐഷി ഷാഖി, ക്ലേശമായ ജീവിതത്തേക്കാൾ, ഫീ ലിലാലിൽ അഖലി, ഭൗതികമായ തണലിൽ. ഭൗതികമായ തണൽ, അതായത് ബുദ്ധിപരമായി ചിന്തിച്ച് കഷ്ടപ്പെട്ട് അല്ലേ ഭയങ്കരമായ ത്യാഗം ചെയ്തുള്ള ജീവിതം, അതിനേക്കാൾ നല്ലത് ചുമ്മാ വെറുതെ ഇരുന്ന് നിസ്സംഗമായൊരു ജീവിതമാണെന്ന് പറയുകയാണ്. ഇത്രയൊന്നും ആശയം എന്ത് ചെയ്യുന്നില്ല. ഈ ഒരു ലക്ഷ്യമൊക്കെ പൂർണ്ണമായിട്ടും ഈ വരികൾക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു സംശയമായതുകൊണ്ടാണ് ഈ വരിയെ, ഈ കവിതയെ ഇഖ്ലാൽ എന്ന് വിളിക്കുന്നത്. അതായത് ചുരുങ്ങിയ വാക്കിൽ കൂടുതൽ ആശയങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നതിൽ ചെറിയൊരു സംശയമില്ലാതില്ല. അതാണ് ഇവിടെ ഇതിനെ എന്താണ് ഈജാസിൻ്റെ റൗണ്ട് എബൌട്ടിൽ നിന്നും വെളിയിൽ തള്ളാനുള്ള കാരണം. ഇനി ഇത്നാബാണ്. ബഹുവ താദിയത്തുൽ മാന, ആശയം പ്രതിഫലിപ്പിക്കുക, ബി ഇബാറത്തിന് സായിദത്തിന് അനുഹു, അധികമായ ഇബാറത്തിലൂടെ മാൽ ഫായിദത്ത് വെച്ച പ്രയോജനം ഉണ്ടാകണം. ഓക്കെ, ഇജാസ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ വാക്കിൽ കൂടുതൽ ആശയം, പക്ഷേ അവിടുത്തെ ലക്ഷ്യം അത് പൂർത്തിയാക്കി അവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ഇത്നാബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇബാറത്ത് ആശയം കുറവ് അല്ലേ, പക്ഷെ അവിടെ ആ കൂടുതൽ ഇബാറത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. നഹു റബ്ബീന്നി വഹാനൽ ആദുമു മിന്നി, രക്ഷിതാവേ എൻ്റെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു. വസ്താല റസു ഷെയ്ബ, തലയാണെങ്കിൽ നര കൊണ്ട് വെട്ടിത്തിളങ്ങുകയാണ് എന്ന് പറയണം. ഐ കബിർത്തു, ഞാൻ വയസ്സായി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താ? അള്ളാഹുവിനോടുള്ള ഒരു സംസാരത്തിൻ്റെ രസാനുഭൂതി. മൂസാ നബി വടിയ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, വടിയാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതുകൊണ്ട് ഞാൻ കുത്തി അടക്കും അല്ലേ, അതുപോലെ ഞാനിത് ഇലകൾ പൊഴിച്ചു കൊടുക്കും ആടിന്, കുറേ പ്രയോജനമുണ്ട് വേറെ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ അത് ഇത്നാബാണ്. കാരണം വടിയെന്ന് പറയേണ്ട സ്ഥലത്ത് അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ. അപ്പോൾ എന്താണ്? അള്ളാഹുമായിട്ട്, അതായത് അൽ ഇൽത്തിദാദു ബിൽ കലാമി മഅ റബ്ബിന സുബ്ഹാനഹു വ തആല, അള്ളാഹു തആലയോടൊപ്പമുള്ള സംസാരത്തിൻ്റെ ആ രസാനുഭൂതി എന്ത് ചെയ്യുക, നുണയുക എന്നുള്ള പ്രയോജനം ഇവിടെയുണ്ട്. ഫൈദാലം തക്കുൻ ഫി സിയാദത്തി ഫായിദത്തുൻ, ഈ അധികമായി പറയുന്നതിൽ ഒരു പ്രയോജനമൊന്നുമില്ല എങ്കിൽ സുമ്മിയ തത്വീലൻ, തത്വീലെന്ന് മാത്രമേ പറയുള്ളൂ, അതായത് ഇത്നാബ് എന്ന് പറയില്ല. അപ്പോൾ ഈജാസും ഇത്നാബും മുസാവാത്തുമാണ് ഫസാഹത്തിൽ പരിഗണിക്കപ്പെടുന്നത്. ഈ ഇജാസ് ഇത്നാബ് മുസാവാത്തിൻ്റെ വെളിയിലുള്ളതൊക്കെ അത് ബൗണ്ടറിക്ക് വെളിയിലാണ്, അത് ഫസാഹത്തിൽ പരിഗണിക്കപ്പെടില്ല. ഇൻകാനത്ത് സിയാദത്ത് ഗൈറ മുതഅയ്യനത്തിൻ, എപ്പോഴാണ് ഈ സിയാദത്ത് ഫായിദ ഇല്ലാതായി വരുന്നത്? സിയാദത്ത് മുതഅയ്യനല്ല ആയി വരുമ്പോൾ അതിന് തത്വീൽ എന്ന് പറയും. വഹശ്വൻ ഇൻ തഅയ്യനത്ത്, സിയാദത്ത് മുതഅയ്യനാണെങ്കിൽ അതിന് ഹശ്വ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അതായത് സായിദയായിട്ട് ഒന്നോ രണ്ടോ പദങ്ങൾ വന്നിട്ട് അത് പ്രയോജനം ഇല്ല എങ്കിൽ അതിന് തത്വീലെന്നും ഹശ്വ് എന്ന് പറയും. തത്വീൽ എന്ന് പറഞ്ഞത് ആ സായിദ ഏതാണെന്ന് വ്യക്തമല്ല എങ്കിൽ, ഹശ്വ് എന്ന് പറയുന്നത് ആ സായിദ ഏതാണെന്ന് വ്യക്തമാണെങ്കിൽ. ഓക്കെ, അപ്പോൾ സായിദയായിട്ട് വന്നത് അവിടെ പ്രയോജനം നൽകുന്നില്ലെങ്കിൽ, ആ സായിദ വ്യക്തമാണ് ഏതാണെന്നെങ്കിൽ അതിന് ഹശ്വ് എന്ന് പറയും. സായിദ ഏതാണെന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ അതിന് തത്വീൽ എന്ന്. ചുരുക്കത്തിൽ തത്വീലും ഹശ്വും ഫസാഹത്തിൻ്റെ ബൗണ്ടറി വെളിയിലാണ്. തത്വീലിനെ പറ്റി നമുക്ക് നോക്കാം. വൽഫ കൗലഹ കദിബൻ വമൈനൻ, ഇതിലല്ലേ അവളുടെ വാക്ക്, ഒരു തേച്ചിട്ട് പോയ ഒരു കാമുകിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് വഞ്ചിച്ചിട്ട് പോയൊരു കാമുകി. വൽഫ, അവൻ മനസ്സിലാക്കി, കൗലഹ, അവളുടെ വാക്ക്, കദിബൻ വമൈനൻ, തികച്ചും വ്യാജമാണെന്ന്. അവളുടെ സ്നേഹവും അവളുടെ പുഞ്ചിരിയും അവളുടെ ആത്മാർത്ഥത അഭിനയവുമെല്ലാം തികച്ചും വ്യാജമാണെന്ന്, അല്ലെ ആത്മാർത്ഥതയൊക്കെ തികച്ചും വ്യാജമാണെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോൾ കദിബൻ വമൈന രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഇതിലേതാണ് സായിദ? ഒരു പിടുത്തവും. എന്തായാലും ഒന്ന് സായിദയാണ്, അതുറപ്പാണ്. അപ്പോൾ സായിദയായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? അതുമില്ല. കദിബെന്ന് പറഞ്ഞാൽ മതി, മൈനെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊരു വലിയ ഒരു ഗുണമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതിന് തത്വീലെന്ന് പറയും. ഇനി വല്ല ഹശ്വ്, സായിദ വ്യക്തമായിട്ട് അറിയാം. വാലമു, ഞാൻ അറിയുന്നു, ഇൽമൽ യൗമി വൽ അംസി ഖബലഹു, ഇന്നത്തെയും ഇന്നലത്തെയും ഇൽമ എനിക്കറിയാം. ഇവിടെ ഖബലഹു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സായിദയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സായിദ ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുള്ളതുകൊണ്ട് സായിദയായിട്ട് പ്രത്യേകിച്ച് പറയും. കാരണം അംസി എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ എന്നർത്ഥം. ഖബലഹു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഖബലഹു ഇവിടെ സായിദയാണ്, പ്രയോജനമില്ല. പക്ഷേ ഖബലഹു ആണ് സായിദ എന്നുള്ള കാര്യം വളരെ വ്യക്തമായതുകൊണ്ട് ഹശ്വ് എന്ന് പറയും. എന്താ ഇജാസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഗുണം, ഈ പ്രയോജനം എന്താ? അല്ല, എന്താ അതിൻ്റെ പ്രേരക ഘടകം? ഇജാസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഒമിൻ ദവാഇൽ ഇജാസ്, ഇജാസിൻ്റെ ലോജിക്കിൽപ്പെട്ടതാണ് തസ്ഹീലുൽ ഹിഫ്ളി, ഒന്ന് ഹിഫ്ള് എളുപ്പമാക്കാം. കുറഞ്ഞ വാക്കിൽ കൂടുതൽ ആശയമാകുമ്പം അല്ലേ, കുറേ ആശയങ്ങളെ
കുറഞ്ഞ വാക്കിൽ പറയുമ്പോൾ നമുക്കത് കാണാൻ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ തഖരീബുൽ ഫഹമി അതുപോലെ മനസ്സിലാക്കാൻ വളരെ എന്ത് ചെയ്യുന്നു, ഗ്രാഹ്യശക്തിയെ വല്ലാതെ അടുപ്പിക്കാൻ അത് സഹായിക്കും. വലീഖിൽ മക്കാമി അതുപോലെ തന്നെ സന്ദർഭം സാഹചര്യം വളരെ ടൈറ്റ് ആണെങ്കിലും ഈ ഇജാസാണ് ഫലപ്പെടുക. കാരണം കുറച്ച് സമയമുള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ, അതിനകത്ത് അരമണിക്കൂറത്തെ ആശയം പറയണം അവനക്ക്. സ്വാഭാവികമായിട്ട് ഇജാസ എവിടെ ഫലിപ്പിക്കാൻ പറ്റുള്ളൂ? വൽ ഇഖ്ഫായി അതുപോലെ മറച്ചു പറയേണ്ടി വരുമ്പോൾ അല്ലേ? കാരണം ഇജാസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചുരുങ്ങിയ വാക്കിൽ കൂടുതൽ ആശയമല്ലേ, അപ്പോൾ അത് ഹൈഡ് ചെയ്ത് പറയാനൊക്കെ വളരെ ഉപകരിക്കുന്ന ശൈലിയാണ്. വസാമത്തുൽ മുഹാദസതി അതുപോലെ സംസാരം വളരെ മടിയുള്ളപ്പോഴൊക്കെ ചുരുങ്ങിയ വാക്കി പറയലാണ് നല്ലത്. ശരിയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രണയ ജോഡികൾ തമ്മിൽ ചിലപ്പോൾ സംസാരത്തിന് മടിയുണ്ടാവില്ല. അവർക്ക് ഇത്നാബാണ് അവർക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അവരിങ്ങനെ അവർ 2 മണിക്കൂർ സംസാരിച്ചാലും അവർക്ക് 10 മിനിറ്റത്തെ ആശയം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 1 മണിക്കൂർ 50 മിനിറ്റും ആ 10 മിനിറ്റിന് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും അതിനകത്ത് കുറേ അലങ്കാരങ്ങളും കുറേ ഉപ്പും കുറേ എരിവും കുറേ പുളിയും, അത് അവരുടെ ആ പ്രണയാതുരമായ അവസ്ഥയ്ക്ക് അത് വേണ്ടതായിരിക്കും. ചുരുക്കത്തിൽ അവർക്ക് ഇത്നാബാണ് വേണ്ടത്. പക്ഷേ ഒരാൾക്ക് സംസാരത്തിന് മടിയുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കിൽ എന്ത് ചെയ്യും, നമ്മളൊരാളെ കാണാൻ പോകുന്ന ഒരു വീട്ടിൽ അദ്ദേഹം ഉറക്കത്തിലായിരുന്നില്ല, അദ്ദേഹം വളരെ ഒരു എൻഗേജ്മെൻറ്റിലാണ്, അപ്പോൾ ചുരുങ്ങിയ 1-2 വാക്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, പറഞ്ഞിട്ട് വരേണ്ടി വരും. അമ്മ ദവായിൽ ഇത്നാബിൻ്റെ പ്രേരക ഘടന എന്തൊക്കെയാണ്? തസ്ബീദുൽ മാന, ഒന്ന് ആശയത്തെ ഉറപ്പിക്കൽ. ഒരു അധ്യാപകൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണത്. അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഇത്നാബോടുകൂടിയാണ് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുത്താലും 5 മിനിറ്റ് 10 മിനിറ്റ് അതിനകത്ത് കാണുള്ളൂ. ബാക്കി 50 മിനിറ്റും ആ വിദ്യാർത്ഥിക്ക് ആ ആശയം അവൻ്റെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൊരുതലാണ് ശരിക്കും അധ്യാപകൻ ചെയ്യുന്നത്. തൗദീഹുൽ മുറാദി, ആ ലക്ഷ്യത്തെ ഉദ്ദേശത്തെ നന്നായി വ്യക്തമാക്കി കൊടുക്കലാണ്. കാരണം ഉദാഹരണം, അതിൻ്റെ എന്ത് ചെയ്യുക, ഉപ ഉദാഹരണങ്ങൾ, അത് മറ്റ് അങ്ങനെ അനുബന്ധങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് പറയും. കാരണം ആ ലക്ഷ്യം ആ ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. തൗക്കീദി യവദഫ്ഇൽ ബഹാമി അതോ ഈഹാമി അതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ നിവാരണം ചെയ്യാൻ റിമൂവ് ചെയ്യാനൊക്കെ ഇത് എന്ത് ചെയ്യും, ഉപകരിക്കുന്നതാണ് എന്ന് ചുരുക്കം. ഇനി അഖ്സാമുൽ ഇജാസ്, ഇജാസിൻ്റെ വിഭാഗങ്ങൾ നോക്കാം. അൽ ഇജാസ് ഇമ്മായി യകൂന ബി തളമ്മുനിൽ ഇബാറത്തിൽ ഖസീറത്തി, ഇജാസിൻ്റെ ഒന്നാമത്തെ രീതി ഒരു കുറഞ്ഞ ഇബാറത്ത് ഉൾക്കൊള്ളിക്കുക, മആനിയ കസീറ, കുറേ ആശയങ്ങളെ, അത് ആണ് ഒന്നാമത്തെ ഇജാസിൻ്റെ. ഇതാണ് ഏറ്റവും ടോപ്പ് ഇജാസ്. അതായത് കുറഞ്ഞ പദം കൂടുതൽ ആശയം. മനസ്സിലായില്ലേ? 1/4 കിലോ പദം 3/4 കിലോ ആശയം. വഹുവ മർക്കസു ഇനായത്തിൽ ബുലഗായി, അല്ലേ? സാഹിത്യ പടുക്കളുടെ ശ്രദ്ധാകേന്ദ്രം ഈ ഒരു സ്ഥാനത്തായിരിക്കും, അല്ലേ? കിൻഡൽ മീനിങ് ഉള്ള ഇബാറത്തുകളായിരിക്കും അവർ പറയുക. വബിഹി തതഫാവത്തു അഖ്ദാറുഹും, ഈ സാഹിത്യകാരന്മാരുടെ അഭിരുചികളും കഴിവുകളും സ്കില്ലുകളും അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു പൊസിഷനുകളൊക്കെ നമുക്ക് വേർതിരിക്കാനും അതിനെ വ്യത്യസ്തമായി നമുക്ക് അതിനെന്ത് ചെയ്യുക, മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് ഇതിലൂടെയാണ്. മനസ്സിലെ ഓരോ എഴുത്തുകാരുടെ എഴുത്ത് അയാളുടെ സാഹിത്യത്തിൻ്റെ ആ റേഞ്ച് മനസ്സിലാക്കുന്നത് ഈ ഇജാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നർത്ഥം. മനസ്സിലല്ലേ? കുറഞ്ഞ ഇബാറത്തിൽ കിൻഡൽ മീനിങ് ഉള്ള ഇബാറത്തുകൾ പറയാൻ ആർക്ക് കഴിയും? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ സാഹിത്യകാരന്മാരുടെ റേഞ്ച് നിർണ്ണയിക്കപ്പെടുക എന്നർത്ഥം. വൈസമ ഇജാസ് ഖസ്റിൻ, ഇജാസുൽ ഖസ്ർ എന്നാണ് ഈ മഹത്തായ ഇജാസിന്, ഈ മഹത്തായ സാഹിത്യ അല്ലെങ്കിൽ അവതരണ ഈ ശൈലിക്ക് പറയപ്പെടുന്നത്. നഹു ഖൗലു തആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ഒരു മഹത്തായ ജീവിതമുണ്ട്, അല്ലേ? ഞാനിതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, അതുകൊണ്ട് ഇനി വിശദീകരിക്കുന്നില്ല. ഏതായാലും ഒരാൾക്ക് കൊലയ്ക്ക് കൊല, അല്ലേ? അല്ലെങ്കിൽ അടിക്ക് അടി, അല്ലെങ്കിൽ കൊലയ്ക്ക് കൊല, ഇതിന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വലിയൊരു ജീവിതം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം അവനെ കൊല്ലുന്നതിലൂടെ ധാരാളം കൊലയാളികൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ അത് വഴിവെക്കും. അതുപോലെ ഇവനെ കൊല്ലുന്നതിലൂടെ ഇവൻ ഇനി ജീവിച്ചിരുന്നാൽ പലരെയും കൊല്ലുമായിരുന്നു, അതിൽ നിന്നും എന്ത് ചെയ്യുക, ഒരു വലിയ തടസ്സമായി. അതുപോലെ അങ്ങനെ ധാരാളം അർത്ഥങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സാമൂഹിക ക്രമത്തിൽ വലിയൊരു പ്രതിധ്വനി സൃഷ്ടിക്കാൻ ശരിക്കും ഈ പ്രതിക്രിയാ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യുക സാധിക്കും, അല്ലേ? എല്ലാവൻ്റെയും കൈയും കാലൊക്കെ ഒന്ന് വിറയ്ക്കും. സൗദിയിൽ എന്ത് ചെയ്യുക, തലവെട്ടുന്നുണ്ട്. പാശ്ചാത്യ പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറയുന്നവർ അതിനാക്ഷേപിക്കും. പക്ഷേ സൗദിയിൽ ഒരു കൊല നടത്തണമെങ്കിൽ എന്ത് ചെയ്യുക, 1-2 വട്ടം ആലോചിക്കും, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കൊല നടത്തുന്നത് ഈ പറയപ്പെടുന്നതിൽ എന്ത് ചെയ്യുക, തൊട്ടാവാടീനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ഞൊട്ടി അതിനെ വാടിക്കുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ അത്രയും ലാഘവത്തോടെ. കാരണം എന്താണ്, ജയിലിൽ പോയാലും ജാമ്യം കിട്ടും, അല്ലേ? അല്പം പൈസയും സ്വാധീനം കൊണ്ടെങ്കിൽ ജാമ്യം കിട്ടും, ഇങ്ങനെ ഇറങ്ങി നടക്കാം. അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, കോടതിനെ കബളിപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും. അതാണ്
അവരെ നയിക്കുന്ന ഘടകം. ചുരുക്കത്തിൽ ഇതിനകത്ത് കുറേ ആശയങ്ങൾ മണിക്കൂറുകളോളം വിശദീകരിച്ചാലും വിശദീകരണം തീരാത്ത അത്രയും ആശയങ്ങൾ ഈ ചുരുങ്ങിയ വാക്കിലുണ്ട്. വൈമ യക്കൂന ബി ഹദിഫ് കെലിമത്തിൻ, അല്ലെങ്കിൽ ഈ ഈജാസ് ഒരു കെലിമത്ത് ഔ ജുംലത്തിൻ, അല്ലെങ്കിൽ ഒരു ജുംല ഔ അക്സർ, അല്ലെങ്കിൽ ഒരു ജുംലകളെ കൂടി ഇങ്ങനെ അതിനെ കളഞ്ഞുകൊണ്ടും ഈജാസ് ചെയ്യാറുണ്ട്. മാ കരീനത്തിൻ തൊ അയ്യനുൽ മഹദൂഫ, ഇവിടെ കളഞ്ഞ ഏതാണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടെങ്കിൽ സംഗതി വൈസമ്മ ഇജാസ് ഹദ്ഫിൻ, ഇജാസുൽ ഹദ്ഫ് എന്നാണ് ഇതിന് പറയുക. ക്ലിയർ ആയില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കെലിമത്ത് കളയുക, ഒരു ജുംല കളയുക, ഒന്നിലധികം ജുംല കളയുക. അപ്പോൾ ഇങ്ങനെ കളയുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, ചുരുക്കത്തിൽ അവിടെ ആ എന്ത് ചെയ്യുക, ഇബാറത്ത് ഷോർട്ടായില്ലേ, ഇബാറത്ത് ഷോർട്ടായി, ആ ഇബാറത്ത് ഷോർട്ടാവുകയും ആശയം കൂടുകയും ചെയ്തു. അപ്പോൾ ഇജാസുൽ ഹദ്ഫ് എന്ന് പറയും. പക്ഷേ മുകളിൻ്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുള്ളൂ. കാരണം മുകളിലത്തെ എന്ന് പറയുന്നത് അതൊരു അപാര റേഞ്ചിലുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. ഇജാസുൽ ഹദ്ഫ് തൊട്ട് താഴെ റേഞ്ചിലുള്ളവർക്കും ചെയ്യാൻ കഴിയും. ഫഹദ്ഫുൽ കെലിമത്ത്, ഒരു കെലിമത്തിനെ കളയുന്നതിന് ഉദാഹരണം ഖാദിഫി ലായെ കളഞ്ഞു ഫി ഖൗലി ഇംറഉൽ ഖൈസ് ഫഖുൽതു, ഞാൻ പറഞ്ഞു യമീനുല്ലാഹി, അള്ളാഹു സത്യം, അബ്റഹു ഖായിദ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, വലോ ഖതഉ റഅസി ലദൈക്കി വൗസാലി, നിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ എന്താണ് ശിരസ് ഛേദിച്ചാലും ശരി, എൻ്റെ എന്താണ് ഓരോ സന്ധികളെയും അവർ വെട്ടിമുറിച്ചാലും ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. ലാ അബ്റഹു ആണ് ഇവിടെ. അപ്പോൾ ലായെ കളഞ്ഞപ്പോൾ ആ ജുംല ഷോർട്ടായി എന്നാണ്, അല്ലെങ്കിൽ ആ കെലിമത്ത് അല്ലെങ്കിൽ ആ ഇബാറത്ത് ഷോർട്ടായി എന്നാണ് പറയുന്നത്. വാദ്ഫുൽ ജുംലത്ത്, ജുംലയെ കളയുന്ന ഉദാഹരണ ഒരു തല വൈ യുക്കദ്ദിബുക, അവർ താങ്കളെ വ്യാജനായി ചിത്രീകരിച്ചെങ്കിൽ, ഫഖദ് കുദ്ദിബത്ത് റസുലുമിൻ ഖബലിക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെ അഖിലം ഈ രൂപത്തിൽ വ്യാജന്മാരായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് ഐ ഫത അസ്സ വസ്ബിർ, താങ്കൾ അതുകൊണ്ട് എന്താണ് ക്ഷമിക്കുക, താങ്കൾ വളരെ എന്താണ് സഹിഷ്ണുത പുലർത്തുക എന്ന്, അല്ലെങ്കിൽ എന്താണ് സംയമനം താങ്കൾ പുലർത്തുക എന്ന് അവിടെ ഒരു ജവാബുണ്ട്. ആ ജവാബ് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ജുംലയെ തന്നെ കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജുംല ആ ഇബാറത്ത് ഷോർട്ടായി എന്നാണ് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ കളഞ്ഞൊരു ഉദാഹരണം ഹദ്ഫുൽ അക്സരി, ഒന്നിൽ കൂടുതൽ ജുംല കളഞ്ഞൊരു ഉദാഹരണം നഹു തആല ഫർസിലൂൻ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജയിൽവാസത്തിൻ്റെ സമയത്ത് അറിയാലോ, ജയിലിൽ നിന്ന് ഒരാൾ തൂക്കിലേറ്റപ്പെട്ടു, ഒരാൾ കൊട്ടാരത്തിലെ എന്ത് ചെയ്തു, സേവകനായി മാറി. അപ്പോൾ സേവകനോട് പറഞ്ഞു, നീ കൊട്ടാരത്തിലെത്തുമ്പോൾ രാജാവിനോട് എൻ്റെ കാര്യം പറഞ്ഞേക്കണേ അല്ലേ. അതായാലും അല്ലാഹു തആല സൃഷ്ടികളിലേക്ക് ഒരു പ്രവാചകൻ തൻ്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ പരീക്ഷണാർത്ഥം നാളുകൾ കൂടി ജയിൽവാസം അല്ലാഹു തആല നൽകിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം കൊട്ടാരത്തിൽ വെച്ച് ഒരു സ്വപ്നം എന്ത് ചെയ്യുക, അവിടെ വ്യക്തമാക്കപ്പെടുകയും രാജാവിൻ്റെ കൊട്ടാര വിദൂഷകന്മാരൊക്കെ അതൊരു എന്താണ് പാഴ്ക്കിനാവായി അതിനെ ചിത്രീകരിച്ചപ്പോൾ, അപ്പോൾ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഉടനെ അയാൾ എന്ത് ചെയ്തു, ഫർസിലൂൻ, നിങ്ങൾ എന്നെ അയക്ക്, എന്ത് ചെയ്യുക, യൂസുഫിൻ്റെ അടുക്കിലേക്ക് എന്ന് അവിടെ പറഞ്ഞ് യൂസുഫിൻ്റെ അടുക്കൽ പോയി ആ സ്വപ്ന വ്യാഖ്യാനം വാങ്ങി വരുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫർസിലൂനി, നിങ്ങൾ എന്നെ അയക്ക്, എന്നിട്ട് അടുത്ത ആയത്തിൽ യൂസുഫ് അയ്യോ സദീഖു, അല്ലെങ്കിൽ കൂട്ടുകാരാ യൂസുഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കളഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതൊക്കെയാണ് കളഞ്ഞത്? ഐ അർസിലൂനി, നിങ്ങൾ എന്നെ അയക്ക്, ഇലാ യൂസുഫ, യൂസുഫിലേക്ക്, ലിയസ്തഅ്ബിറഹു റുയ, സ്വപ്ന വ്യാഖ്യാനം അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാൻ വേണ്ടി, ഫഫഅലു, അങ്ങനെ അവർ ചെയ്തു, ഫതാഹു, അദ്ദേഹം യൂസുഫിൻ്റെ അടുക്കൽ വന്നു, ഫഖാല, യൂസുഫിനോട് പറഞ്ഞു, യാ യൂസുഫ്, യൂസുഫേ എന്നർത്ഥം. എത്ര സാധനം കളഞ്ഞു നോക്കിയേ അല്ലേ, കുറേ ജുംലകൾ കളഞ്ഞു. ഖുർആൻ്റെ ഒരു ഫസാഹത്താണിത്. ഏതായാലും കളഞ്ഞുകൊണ്ടും അപ്പോൾ അവിടെ ജുംല ഇബാറത്ത് ഷോർട്ടാക്കി, ആശയം കൂടുതൽ എന്ത് ചെയ്തു. അപ്പം ഈ ഇബാറത്ത് കളയുമ്പോൾ ആ കളഞ്ഞ ഇബാറത്ത് ഇതിനകത്ത് പറയപ്പെട്ടതുപോലെ തന്നെ തുടിച്ചു നിൽക്കും. അപ്പോൾ ഇവിടെ കൂടുതൽ ആശയം കിട്ടിയെന്നാണ് പറയുന്നത്. അഖ്സാമുൽ ഇത്തിനാബി, ഇനി ഇത്തിനാബിൻ്റെ വിഭാഗങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശരിക്കും ഇത്തിനാബിൻ്റെ വിഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാഠം എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ശക്തമായ എൻ്റെ ഒരു ധാരണ. ഏതായാലും തൽക്കാലം നമ്മൾ ഇവിടം വരെ ഒന്ന് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത്തിനാബിൻ്റെ അവിടം വരെ. ഇത്തിനാബ് നമുക്ക് ഇൻഷാ അല്ലാഹ് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇജാസിൻ്റെ വിഭാഗങ്ങൾ വരെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഖ്സാമുൽ ഇത്നാബ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ബാബ് ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. ഈജാസ് സംക്ഷിപ്തമായി പറയുക, ഇത്നാബ് വിശദമായി പറയുക, മുസാവാത്ത് തത്തുല്യമായി പറയുക. മുസാവാത്തിനെ പറ്റിയും ഈജാസിനെ പറ്റിയും നമ്മൾ മുത്തനാബിനെ പറ്റിയും താരീഫുകൾ പങ്കുവച്ചിരുന്നു. ശേഷം ഈജാസിനെ പറ്റി നമ്മൾ പറഞ്ഞതിന് ശേഷം
ഇത്നാബിലേക്ക് കിടക്കുകയാണ്. അഖ്സാമുൽ ഇത്നാബ്, ഇത്നാബിൻ്റെ വിഭാഗങ്ങൾ. അൽ ഇത്നാബ് യക്കൂനു ബി ഉമൂരിൻ കസീറ, ഇത്നാബ് ധാരാളം രീതികളിലൂടെ ഉണ്ടാകുന്നതാണ്. മിൻഹ, അതിൽ ഓരോന്നോരോന്നായി നമുക്ക് എണ്ണി പറയാം. ദിക്റുൽ ഖാസി ബാദൽ ആമി, ആമിന് ശേഷം ഖാസിനെ പറയുക. അതായത് പൊതുവായി ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പ്രത്യേകമായ ഒരു കാര്യം പറയുക. നമുക്ക് നോക്കാം. നഹു ഇജ്തഹിദു ഫി ദുറൂസിക്കും, നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ നിങ്ങൾ നന്നായി പരിശ്രമിക്കുവിൻ കുട്ടികളെ. വല്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലും. അപ്പോൾ നിങ്ങളുടെ പാഠഭാഗങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞ് പൊതുവായി മുഴുവൻ പാഠഭാഗങ്ങളെയും പൊതുവായി പറഞ്ഞിട്ട് വല്ലുഗത്തിൽ അറബിയ എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്ന് തൊട്ടുപുറകെ പറയും. ഒഫായിദത്തുഹു, അതിൻ്റെ പ്രയോജനം. തൻബീഹു അല ഫദ്ലിൽ ഖാസി, പ്രത്യേകമായി എടുത്തു പറഞ്ഞ അതിൻ്റെ ഒരു സവിശേഷമായ അതിൻ്റെ പ്രാധാന്യം ഉണർത്തലാണ് അതിൻ്റെ പ്രയോജനം. കാന്നഹു, ഏതുപോലെ, ഉദാഹരണത്തിന് ഇവിടെ പാഠഭാഗങ്ങളെല്ലാം പഠിക്കണം നല്ലപോലെ, പക്ഷെ അറബി ഭാഷ അതൊരു പ്രത്യേകത അതിനുള്ളതുകൊണ്ട്, ശ്രേഷ്ഠത അതിനുള്ളതുകൊണ്ട് അതിനെ പ്രത്യേകം പറഞ്ഞു. കാന്നഹു, ആ ഖാസ് ആയതുപോലെ, ലിരിഫാത്തിഹി, അത് ഉയർന്നതായതിൻ്റെ പേരിൽ, ജിൻസുൻ ആഖറു, വേറൊരു ജിൻസ് ആയതുപോലെ, മുഗായിറുൻ ലിമാ ഖബലഹു, മുമ്പുള്ളതിനോട് എന്താണ് വിരുദ്ധമായ, അല്ലെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വേറിട്ട എന്നർത്ഥം. മുഗായിറിന് ഇവിടെ വേറിട്ട എന്നർത്ഥം കൊടുത്താൽ മനോഹരമായിരിക്കും. മുമ്പുള്ളതിൽ നിന്ന് വേറിട്ട ഒരു പ്രത്യേക ഇനം ആയതുപോലെ എന്ന് പറഞ്ഞാൽ, ഇജ്തഹിദു ഫി ദുറൂസിക്ക് എന്ന് പറഞ്ഞപ്പോൾ അറബി ഭാഷ എന്നത് പെട്ടു. അപ്പോൾ വല്ലുഗത്തിൽ അറബിയ എന്ന് പ്രത്യേകം പറഞ്ഞത്, അപ്പോൾ അത് പ്രത്യേകമായ അതിൻ്റെ സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ ഈ ദുറൂസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അറബി പെട്ടെങ്കിലും വല്ലുഗത്തിൽ അറബിയ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പ്രത്യേകമായ ഒരു ഇനം ആയതുപോലെ എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങൾ എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്നും വേറിട്ട ഒരു വ്യതിരിക്തമായ ഒരു ഇനം ആയതുപോലെ അതിനെ ഇവിടെ പരിഗണിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആ വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇജാസ്, ഇത്നാബ്, മുസാവാത്ത് എന്ന 3 ആശയ അവതരണത്തിൻ്റെ 3 തലങ്ങളാണ്. ഒരാശയം അവതരിപ്പിക്കുന്നതിന് ഈ 3 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാവുന്നതാണ്. സന്ദർഭവും സാഹചര്യമാണ് ഇജാസിനെ സ്വീകരിക്കണമോ ഇത്നാബിനെ സ്വീകരിക്കണമോ മുസാവാത്തിനെ സ്വീകരിക്കണമോ എന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇജാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് അർത്ഥഗർഭമായ ഒരു അവതരണ ശൈലിയാണ്. അത് ഖുർആൻ്റെയൊക്കെ അവതരണ ശൈലി കൂടുതലും അങ്ങനെയായിരിക്കും. ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അതിമനോഹരമായ ആശയസമ്പുഷ്ടവും അർത്ഥഗർഭവുമായ ശൈലി. ഇത്നാബ് എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലുണ്ടാകുമെന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ഇത്നാബിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. പേജ് നമ്പർ 71 ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് വോയിസുകൾ കേൾക്കുക. അഖ്സാമുൽ ഇത്നാബി യകൂൻ ബി ഉമൂരിൻ കസീറ, പല കാര്യങ്ങളിലൂടെ ഇത്നാബ് ഉണ്ടായിത്തീരും. മിൻഹ ദിക്റുൽ ഖാസി ബാദൽ ആമി, ആമിന് ശേഷം ഖാസിനെ പറയുക. അതായത് പൊതുവായ ഒരു കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഖാസിനെ പറയുക. അപ്പോൾ കേരളം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം പറയുക. കേരളം ആമാണ്, തിരുവനന്തപുരം ഖാസാണ്. നഹു ഇജ്തഹിദു ഫി ദുറൂസിക്കും വല്ലുഗത്തിൽ അറബിയ, നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ നിങ്ങൾ പരിശ്രമിക്കുക അറബി ഭാഷയിലും. അപ്പോൾ പാഠഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അറബി അതിനകത്ത് വന്നു. അപ്പോൾ അതിനെ പ്രത്യേകം പറഞ്ഞത് എന്താണ്, ആമായ പാഠങ്ങൾ പറഞ്ഞിട്ട് അറബി എന്നുള്ള പ്രത്യേകമായ ഖാസിനവിടെ പറഞ്ഞത്, അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതാണ് പറയുന്നത്. വഫായിദത്തുഹുവിൻ്റെ പ്രയോജനം തൻബീഹു ഉണർത്താൻ വേണ്ടിയാണ്. അത് അപ്പോൾ തൻബീഹു അല ഫളിൽ ഖാസി, ഈ ഖാസിൻ്റെ മാഹാത്മ്യത്തെ അവിടെ ഉണർത്താൻ വേണ്ടിയാണ്. അപ്പോൾ അറബി ഭാഷയുടെ മാഹാത്മ്യം ഉണർത്തണം. കന്നഹു, അറബി ഭാഷ അല്ലെങ്കിൽ ആ ഖാസ് ആയതുപോലെ ലിഫഅതിഹി, അതിൻ്റെ ഉയർച്ചയുടെ പേരിൽ, ജിൻസുൻ ആഖറു, മറ്റൊരു വർഗമായതുപോലെ, മുഗായിറുൻ ലിമാ ഖബലഹു, മുമ്പുള്ളതിനോട് വിരുദ്ധമായ. അതുകൊണ്ടാണ് അത്ഫ് ചെയ്തത്. സെയ്ദും അമ്രും വന്നു എന്ന് പറയുന്നത് അമ്ര സെയ്ദ് അല്ലാത്ത മറ്റൊരാളായതിൻ്റെ പേരിലാണ്. ഇതേപോലെ പാഠഭാഗങ്ങളും അതുപോലെ അറബിയും പഠിക്കാൻ പറയുമ്പോൾ പാഠഭാഗങ്ങളിൽ പെടാത്ത മറ്റൊരു പ്രത്യേകമായ ഒരു ഇനമാണ് അറബി എന്ന് അവിടെ അറിയിക്കുന്നത് പോലെയാണ്. ഒമിൻ ഹാദിൽപ്പെടാണ് ദിക്റുൽ ആമി ബാദൽ ഖാസി, നേരെ തിരിച്ച് ഖാസിന് ശേഷം ആമിനെ പറയുക. ഖൗലി തആല റബ്ബി ഗ്ഫിർലി, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും, വലിമൻ ദഖല ബൈത്തിയ എൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചവർക്കും, മുഅ്മിനൻ മുഅ്മിനായ നിലയിൽ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കുമെല്ലാം,
നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഖാസിനെ പറഞ്ഞു ആദ്യം, വലിവാലിദയ്യ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ. അപ്പോൾ ആദ്യം ഖാസിനെ പറഞ്ഞിട്ട് പിന്നെ ആമിനെ പറഞ്ഞു. അതായത് മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുള്ളത് ആമാണല്ലോ, അങ്ങനെയും എന്ത് ചെയ്യുക പറയുന്ന രീതി ഉണ്ട്. അപ്പം അവിടെ എല്ലാം ഈ ഖാസിൻ്റെ പ്രാധാന്യത്തെ കാണിക്കലാണ് എന്ന് വ്യക്തമാണ്. കാരണം ഖാസിന് ആദ്യം പറഞ്ഞത് ഖാസിന് കൂടുതൽ പ്രാധാന്യം അവിടെ ഉള്ളതിൻ്റെ പേരിലാണ്. മിൻഹാദിൽപ്പെട്ടാണ് അൽ ഇലാഹ് ബഅദൽ ഇബ്ഹാമി, ഇബ്ഹാമിന് ശേഷം ഇലാഹ് അഥവാ അവ്യക്തമായി പറഞ്ഞതിന് ശേഷം വ്യക്തമായി പറയുക. ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇത്നാബിൻ്റെ വിഭാഗങ്ങളാണ്. ഇത്നാബ് എന്ന് പറയുമ്പോൾ അല്പം എന്താണ് വിശദീകരിച്ച് സംസാരിക്കുന്നതിനാണ് ഇത്നാബ് എന്ന് പറയുക. അപ്പോൾ ഇബ്ഹാം ആദ്യം, ശേഷം ഇലാഹ്. അമദ്ദക്കും ബിമാ തഅലമൂൻ, അമദ്ദക്കും അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, ബിമാ തഅലമൂന നിങ്ങൾക്കറിയാവുന്ന എല്ലാ വിഭവങ്ങളെയും കൊണ്ട്. അമദ്ദക്കും നിങ്ങളെ സഹായിച്ചു, ബിഅൻആമിൻ വബനീൻ എന്താണ് നാൽക്കാലികൾ, അതുപോലെ സന്താനങ്ങൾ, ഇതെല്ലാം നൽകി അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു. അപ്പോൾ എന്താണ്, അപ്പോൾ ആദ്യം ബിമാ തഅലമൂൻ എന്നുള്ളത് പറഞ്ഞപ്പോൾ അവ്യക്തതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാവുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുടെ ഇനങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നൽകി അല്ലാഹ് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത് വ്യക്തമല്ല, അവ്യക്തമാണ്. എന്നിട്ട് രണ്ടാമത് അതിനെ വ്യക്തമായി പറയുന്നു. അതായത് എന്ത് ചെയ്യുക, കാലി സമ്പത്ത് നൽകി, സന്താന സൗഭാഗ്യം നൽകി. അപ്പോൾ അവിടെ ഇലാഹ് ബഅദൽ ഇബ്ഹാം അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്, അതിൻ്റെതായ സന്ദർഭങ്ങളുണ്ട്. മിൻഹാദിൽപ്പെട്ടാണ് തൗഷീഅ് എന്ന് പറയുന്നത്. തൗഷീഅ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഹുവ അത് യുഅ്താ ഫി ആഖിറിൽ കലാമി, കലാമിൻ്റെ അവസാനത്തിൽ കൊണ്ടുവരലാണ്. ബി മുസന്നൻ മുഫസ്സരിൻ ബിസ്നൈനി, ബി മുസന്നൻ ഒരു തസ്നിയെ കൊണ്ടുവരിക, മുഫസ്സരിൻ ബിസ്നൈനി അതായത് രണ്ട് കൊണ്ട് അതിനെ വിവരിക്കപ്പെട്ടിട്ടുണ്ടാവും. അതായത് കലാമിൻ്റെ അവസാനം ഒരു തസ്നിയെ കൊണ്ടുവരിക, മനസ്സിലായില്ലേ? രണ്ട് കാര്യമെന്നോ രണ്ട് നസീഹത്തെന്നോ രണ്ട് പിതാവെന്നോ രണ്ട് അങ്ങനെ എന്തെങ്കിലും രണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിനെ വിശദീകരിക്കുന്ന രൂപമാണ് തൗഷീഅ് എന്ന് പറയുക. നോക്കാം, കൗലി ഉംസി വ ഉസ്ബിഹു മിൻ തദ്കാരിക്കും വസിബ യർസീലിയൽ മുഷ്ഫിഖാനിൽ അഹ്ലു വൽ വലദു. ഉംസി ഞാൻ സായാഹ്നത്തിൽ അണയും, വസ്ബിഹു ഞാൻ പുലരിയിലും ഞാൻ അണയും, മിൻ തദ്കാരിക്കും നിങ്ങളോടുള്ള നിങ്ങളെ ഓർത്തുകൊണ്ട്, അഥവാ വസിബൻ ചെറുപ്പകാലത്തെ ഓർത്തുകൊണ്ടും, നിങ്ങളെയും അതുപോലെ ചെറുപ്പകാലത്തെയും എല്ലാം, അഥവാ നൊസ്റ്റാൾജിയയുടെ ഒരു ശക്തമായ തിരതള്ളലിലാണ് ഞാൻ എൻ്റെ രാവും പകലും അല്ലെങ്കിൽ പ്രഭാത സായാഹ്നങ്ങൾ ഞാൻ മുന്നോട്ട് നീക്കുന്നത് എന്നർത്ഥം. യർസീലിയ എനിക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു, അൽ മുഷ്ഫിഖാനി രണ്ട് അനുകമ്പയുള്ള എന്താണ് ഘടകങ്ങൾ. ആരാ? ലഹ്ലു കുടുംബവും വൽ വലതു മക്കളും. കുടുംബവും മക്കളും എന്നോട് വല്ലാതെ അനുകമ്പ കാണിക്കുന്ന രണ്ട് സ്വരൂപങ്ങളാണ്. അവർ എന്നോട് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഒരു നൊസ്റ്റാൾജിയ എന്താണ് ഫീൽ ചെയ്യുന്ന ഒരു കവിതയാണ്. അൽ മുഷ്ഫിഖാനി എന്ന് സസിനെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചിരിക്കുന്നു. ആ മുഷ്ഫിഖാനി അഥവാ അനുകമ്പയുടെ ആ സ്വരൂപങ്ങൾ ആരാണ്? അൽ അഹ്ലു വൽ വലതു കുടുംബവും കുട്ടിയുമാണ് എന്ന് പറയുകയാണ്. അപ്പം അതാണ് തൗഷീഅ് എന്ന് പറയുക. വമിൻഹ തക്രീറു, ഈ ഇത്നാബിൽപ്പെട്ടാണ് തക്രീർ, ആവർത്തിക്കുക. അലി ഖറളി, തക്രീറിന് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവും, ആവർത്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം അവിടെ മുന്നിൽ കാണുന്നുണ്ടാവും അല്ലേ? കത്തൂലിൽ ഫസ്ലി ആവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം. ഫബി അയ്യാലായി റബിക്കുമാ തുകദ്ദിബാൻ അല്ലേ? എത്രത്തോളം അത് ആവർത്തിച്ചിരിക്കുന്നു ആ സൂറത്ത് റഹ്മാനിൽ, അതിന് ലക്ഷ്യമുണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുകയെന്ന് അള്ളാഹ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങളെ ഓരോന്ന് എണ്ണി പറഞ്ഞിട്ട് ഓരോന്ന് എണ്ണി പറഞ്ഞ ശേഷം ചോദിക്കുകയാണ്. അപ്പോൾ അത് ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നൽകുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്നുള്ള കൃത്യമായ ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയാണ് ആ തക്രീർ, ആ ആവർത്തനം അവിടെ ഉള്ളത്. അതിവിടെ പറഞ്ഞിട്ടില്ല, ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ലക്ഷ്യം കത്തൂരിൽ ഫസ്ലി, ദീർഘമായ ഒരു ഫസ്ല് വന്നിട്ടുണ്ട്. അതായത് ഒരു എന്താണ് ഫസ്ല്, ദീർഘമായ ഒരു ഇടവേള വന്നിട്ടുണ്ട്. ഫസ്ലിന് ഇടവേള നടത്തം കൊടുക്കുക ഫി ഖൗലിഹി. അപ്പം അങ്ങനെ ഒരു മതിയും ഒന്നുകൂടെ ആവർത്തിക്കും. ഇപ്പോൾ സെയ്ദ് എന്ന് പറഞ്ഞു സെയ്ദ് എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി, കുറേ ഇടവേള സംഭവിച്ചു. അപ്പോൾ ഇനി ചിലപ്പോൾ ഒന്നുകൂടെ സെയ്ദ് എന്ന് പറയുന്നത് ആ ഒരു ഇടവേളയുടെ എന്താണ് ആ ഒരു ആ ഒരു ഭാഗം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. വഇന്നംറഅൻ ദാമത് മവാസിഖു അഹ്ദിഹി അലാ മിസ്ലി ഹാദാ ഇന്നഹു ലകരീമു
ഇന്നമ്രഅൻ ഒരു വ്യക്തി ദാമത്ത് മവാസീഖു അഹദിഹി ദാമത്ത് നിത്യമായിരിക്കുന്നു മവാസീഖു അഹദിഹി അദ്ദേഹത്തിൻ്റെ എന്താണ് മവാസീഖു അഹദിഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മവാസിഖു അഹദിഹി അലാ മിസ്ലി ഹാദ. അഹദ് എന്ന് വെച്ചാൽ കരാർ. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള കരാർ ഉടമ്പടികൾ എന്നർത്ഥം. അദ്ദേഹവുമായിട്ടുള്ള കരാർ ഉടമ്പടികൾ നിത്യമായിരിക്കുന്നു അലാ മിസ്ലി ഹാദ ഇതുപോലുള്ള കാര്യങ്ങളിൽ. ഇന്നഹൂല കരീമുൻ അദ്ദേഹം തീർച്ചയായിട്ടും മാന്യനാകുന്നു. മനസ്സിലായില്ലേ? വൈന്നമ്രഅൻ അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹവുമായിട്ട് കരാർ ഉടമ്പടികൾ എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നാൽ അദ്ദേഹം ഒരു മാന്യനാണ് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ഇവിടെ ഇന്നമറാൻ കഴിഞ്ഞിട്ട് കുറേ സിഫത്തുകളൊക്കെ വന്നപ്പോൾ ഇനിയിലെ കരീം പറയുമ്പോൾ വേറെ ആരെങ്കിലാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇന്നഹൂല കരീമൻ ഒന്നുകൂടെ ഇന്നഹൂന്ന് അദ്ദേഹത്തെ ആവർത്തിച്ചു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ ആവർത്തിച്ചതിൻ്റെ ഉദ്ദേശം ഇടവേള കൂടുതലായി വന്നതിൻ്റെ പേരിലാണ് എന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് അടുത്ത വഖസിയാദത്ത് തർഗീബി ഫിൽ അഫ്വി. ഇവിടെ ആവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മാപ്പ് ചെയ്ത് കൊടുക്കാൻ കൂടുതൽ പ്രേരണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഫി ഖൗലി തആല ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും വഇൻ തഅഫു വതസ്ഫഉ വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, ഇവരിൽ നിങ്ങൾക്ക് ശത്രുക്കളായ ആളുകളുണ്ടാവും. ഫഹദറുഹും നിങ്ങളവരെ കരുതിയിരിക്കുക. വൈൻ തഅഫു വതസ്ഫഉ വതഗ്ഫിറു നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്താൽ ഫൈനല്ലാഹു ഗഫൂറുർ റഹീം. തഅഫു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ തസ്ഫഉ വതഗ്ഫിറു വീണ്ടും വീണ്ടും സമാനമായ ആശയത്തിലുള്ള പദം ആവർത്തിച്ചത് കൂടുതൽ മാപ്പ് നൽകാൻ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനം നൽകാൻ വേണ്ടിയാണ്. ഇപ്പുറത്തെ പേജിലേക്ക് കിടക്കാം. 973 ആവർത്തിക്കുന്നതിൻ്റെ മൂന്നാമത്തെ പ്രയോജനം വക്കത്തഅക്കീദിൽ ഇൻസാരി ഒരിക്കൽ മുന്നറിയിപ്പൊന്ന് ശക്തിപ്പെടുത്തി പറയാനായിരിക്കും. ഫി ഖൗലി തആല കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കാര്യം അങ്ങനെയല്ല, അനധിവിദൂര ഭാവിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നീടും കാര്യം അങ്ങനെയല്ല, അനധിവിദൂര ഭാവിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അല്ലേ? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊക്കെ പറയൂലേ നമ്മൾ, അതാണ്. ഒമിൻഹ ആ ഇത്നാബിൽപ്പെട്ടാണ് ഇത്റാലു മുഅ്തരിളായ ജുംല പറയൽ. അതായത് വഹുവ തവസ്സുതു ലഫ്ലിൻ ഒരു പദത്തെ മധ്യത്തിൽ കൊണ്ടുവരലാണ്. ബൈന അജ്സാഇ ജുംലത്തിൻ ഒരു ജുംലയുടെ പല അംശങ്ങളുടെ ഇടയിൽ ഒരു പദത്തെ മധ്യത്തിൽ കൊണ്ടുവരിക. ഔ ബൈന ജുംലത്തൈനി മുർത്തബിത്തൈനി മാനൻ അല്ലെങ്കിൽ ആശയപരമായി പരസ്പര ബന്ധമുള്ള 2 ജുംലകൾക്കിടയിൽ നടുക്കായിട്ട് ഒരു പദം കൊണ്ടുവരിക. അല്ലെങ്കിൽ ഖറദിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ഇതിനാണ് മുഅ്തരിളായ ജുംല എന്ന് പറയുക. നഹു ഇന്ന സമാനീന 80 വയസ്സ് വബുല്ലിഗ്തഹ 80 വയസ്സിൽ അല്ലാഹു തആല നിന്നെ എത്തിക്കട്ടെ, അഥവാ നീ ആ 80 വയസ്സിൽ നിനക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ. അത് അഹ്വജത്ത് സമഈ എൻ്റെ കേൾവി ആ 80 വയസ്സ് ആവശ്യക്കാരനാക്കി സമഈ എൻ്റെ കേൾവിയെ ഇലാ തർജുമാനിൻ ഒരു ദ്വിഭാഷിയിലേക്ക്. അപ്പോൾ ബുല്ലിഗ്തഹ എന്നുള്ളത് മുഅ്തരിളായ ജുംലയാണ്. കാരണം സമാനീന ഖദ് അഹ്വജത്ത് ഈ ജുംലയുടെ ഇടയിൽ കയറി വന്നിരിക്കുന്ന ഒരു ജുംലയാണ്. അതുപോലെ നഹ്വു ഖൗലി തആല വയജഅലൂന ലില്ലാഹിൽ ബനാതി സുബ്ഹാനഹു വലഹും മാ യശ്തഹൂൻ. അവർ അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിക്കുന്നു, അള്ളാഹു അത് പരിശുദ്ധനാണ്. വലഹും മാ യശ്തഹൂൻ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന എന്താണ് വകുപ്പുകളെയും അവർ നിശ്ചയിക്കും. സുബ്ഹാനഹു എന്നുള്ളത് മുഅ്തരിളായ ജുംലയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ് ആ മുഅ്തരിളായ ജുംലയുടെ ലക്ഷ്യം. ഇനി ഇത്നാബിൻ്റെ മറ്റൊരു പ്രയോജനം ഒമിൻഹാദിൽ ഇഗാല് വഹുവ ഖത്മുൽ കലാമി കലാമിനെ അവസാനിപ്പിക്കലാണ്. ബിമാ ഒരു രീതിയിൽ യുഫീദു അത് പ്രദാനം ചെയ്യും ഖറളൻ ഒരു ലക്ഷ്യത്തെ യതിമുൽ മഅന ബിദൂനിഹി അതില്ലാതെ ആശയം പൂർത്തിയാവും. അങ്ങനെയുള്ള അതായത് കലാമിനെ എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കലാമിനെ അവസാനിപ്പിക്കുക ആ ഒരു രൂപത്തിൽ.
അതില്ലെങ്കിലും കലാമ് പൂർത്തിയാവും. പക്ഷെ അതുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിൽ മുബാലക പോലെ ഫി ഖൗലിൽ ഖൻസായിൻ്റെ വാക്കിൽ മുബാലക അറിയാലോ, അതിശയോക്തി പ്രകടിപ്പിക്കുക. വൈന്ന സഹറൻ ലതതമ്മുൽ ഹുദാതു ബിഹി കഅന്നഹു അലമുൻ ഫി റഅസിഹി നാറു. സഹർ എന്ന് പറയുന്ന വ്യക്തി ലതതമ്മുൽ ഹുദാതു ബിഹി, സന്മാർഗ എന്താണ് മാർഗദർശികളെല്ലാം അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നവരാണ്. കന്നഹു ആലമുൻ, അദ്ദേഹം എന്താണ് ഒരു പതാക ആയതുപോലെ, ഫിറാസിഹി നാറുൻ, അതിൻ്റെ തലപ്പത്ത് അഗ്നിയുണ്ട്. അപ്പോൾ തലപ്പത്ത് അഗ്നി കൊളുത്തിയ ഒരു പതാക പോലെ അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ ഒരു മാർഗദീപമായി നിലകൊള്ളുകയാണ്. ചുരുക്കത്തിൽ ഈ ഹാൽ, അതായത് കലാമിനെ മുബാലക എന്ന് പറയുന്ന പ്രയോജനം കിട്ടുന്ന രൂപത്തിൽ കലാമിനെ അവസാനിപ്പിച്ചു. ലതഅത്തമുൽ ഹുദാതു ബിഹി എന്ന് പറയുമ്പോൾ കലാമിൻ്റെ ലക്ഷ്യം, ആശയം അവിടെ വന്നു കഴിഞ്ഞു. കാന്നഹു ആലമുൻ ഫി റസീനാർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? എന്ന് പറഞ്ഞാൽ അഗ്നി തുന്നിച്ചേർത്ത ഒരു പതാക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഒരു ഭയങ്കര മുബാലകയാണ് അതിനകത്ത് ആ കവി ഉദ്ദേശിക്കുന്നത്. അമിൻഹാദിൽപ്പെട്ടാണ് തദീൽ എന്ന് പറയുന്നത്. ബഹുവ തഅഖീബുൽ ജുംലത്തി, ഒരു ജുംലയ്ക്ക് പുറകെ കൊണ്ടുവരിക, ബിഹ്റ മറ്റൊരു ജുംലയെ, തഷ്തമിലു അല മാനാഹ, അതിൻ്റെ അതേ ആശയം തന്നെ ഉൾക്കൊള്ളിക്കുന്ന, താക്കീദല്ലഹ, അതിന് താക്കീത് ചെയ്യാൻ വേണ്ടി. ഒരു ജുംലയ്ക്ക് പുറകെ അടുത്ത ജുംലയെ കൊണ്ടുവരിക, അതേ ആശയം ഉൾക്കൊള്ളുന്ന, വ്യക്തമാണ് അത് താക്കീതിന് വേണ്ടിയാണെന്ന് നോക്കാം. ബഹുവാദ് ഇമ്മായിക്കൂന ജാരിയൻ മജറൽ മസലി, ഈ രണ്ടാമത്തെ ജുംല ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഉപമയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പഴമൊഴിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, നിൽക്കുന്നതായിരിക്കും. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ലിസ്തിഖലാലി മാനാഹു, ഈ രണ്ടാമത്തെ ജുംലയുടെ ആശയം സ്വതന്ത്രമായതുകൊണ്ട്, വൈസ്തുഖനായി അമ്മാ കബലഹു, മുമ്പുള്ളതിൽ നിന്നും അത് എന്താണ് സ്വതന്ത്രമായതുകൊണ്ട്, അല്ലെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും അത് എന്താണ് വ്യതിരിക്തമായതുകൊണ്ട് അത് ചിലപ്പോൾ ഒരു പഴമൊഴിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഫഖൗലി തആല ജാ അൽ ഹഖ് വസഹഖ അൽ ബാത്തിൽ, നന്മ പുലർന്നു തിന്മ തകർന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, തിന്മ തകരേണ്ടതു തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ജാ അൽ ഹഖ് വസഹഖ അൽ ബാത്തിൽ എന്നുള്ള ഒരു ജുംല, നന്മ പുലരുകയും തിന്മ തകരുകയും ചെയ്തു എന്നുള്ളത്. ഇന്നൽ ബാത്തില കാന സഹൂഖ എന്നുള്ളത് അതേ ആശയത്തിൽ തന്നെയുള്ളതാണ്, അതിൻ്റെ ആശയത്തെ ബലപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ അതൊരു പഴമൊഴിയുടെ സ്ഥാനത്ത് എന്താണ് വരുന്ന ഒരു ഡയലോഗാണിത്. ഇന്നൽ ബാത്തില കാന സഹൂഖ, മനസ്സിലായില്ലേ? അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ അല്ലേ, എവിടെ മുങ്ങിയാലും ഒരു നാൾ അല്ലേ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, എവിടെ മുങ്ങിയാലും അവനൊരു ദിവസം പൊങ്ങും എന്നൊക്കെ പറയുന്ന പോലെ അതൊരു പഴമൊഴിയുടെ സ്ഥാനത്ത് വരുന്നതാണ് ഇന്നൽ ബാത്തില കാന സഹൂഖ. അപ്പോൾ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്നുള്ളത് പഴമൊഴിയുടെ സ്ഥാനത്ത് എന്ന് പറയാൻ കാരണം എന്താ? മുമ്പുള്ള ജുംല ഇല്ലെങ്കിലും ഈ ജുംലയ്ക്ക് അതിൻ്റെതായ ഒരു സ്വതന്ത്ര മീനിങ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പഴമൊഴിയുടെ സ്ഥാനത്തെന്ന് പറയാൻ കാരണം. കേവലം ഒന്നാമത്തെ ജുംലേനെ ശക്തിപ്പെടുത്തൽ മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ഒരു പഴമൊഴിയുടെ സ്ഥാനത്ത് വന്നുള്ള നിർബന്ധം ഇല്ല. അപ്പോൾ ഒന്നുകിൽ ഒരു പഴമൊഴിയുടെ സ്ഥാനത്ത് വരുന്നതായിരിക്കും ഈ രണ്ടാം ജുംല ശക്തിപ്പെടുത്തുന്നത്. വൈമായി യക്കൂന ഗൈറ ജാരൻ മജറൽ മസലി, ചിലപ്പോൾ അത് പഴമൊഴിയുടെ സ്ഥാനത്ത് വരുന്നത് ആയിരിക്കില്ല. ലാദം ഇസ്തിഖനായി അമ്മാ കബലഹു, അതായത് മുമ്പുള്ളതിൽ നിന്നും ഇത് എന്താണ് വ്യതിരിക്തം അല്ലെങ്കിൽ സ്വതന്ത്രം ആകാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അതായത് ഈ രണ്ടാമത്തെ ജുംല ഒന്നാമത്തെ ജുംലയുടെ എന്താണ് കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്, എന്ന് വെച്ചാൽ അത് തമ്മിൽ പരസ്പരം പൂരകമാണ്. രണ്ടാമത്തും ഒന്നാമത്തും തമ്മിൽ പരസ്പരം അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഴമൊഴി എന്നതിനെ പറയാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ തദീൽ എന്നാണ് ഇതിനെ പറയുക. ദാലിക ജസൈനാഹും, നാം അവർക്ക് പകരം നൽകി, ബിമാ കഫറു, അവർ സത്യനിഷേധം കാണിച്ചതിൻ്റെ പേരിൽ. വഹൽ നുജാസി, നാം പകരം നൽകുമോ ഇല്ലൽ കഫൂറ, നന്ദികേട് കാണിക്കുന്ന സത്യനിഷേധികൾക്കല്ലാതെ നമ്മൾ പകരം ഇങ്ങനെ അല്ലേ വളരെ മോശമായ പകരം നമ്മൾ നൽകാറുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. പിന്നെ രണ്ടാമത്തത് അതൊരു പഴമൊഴിയുടെ സ്ഥാനത്ത് പറയാൻ പറ്റുന്നതല്ല. ഒന്നാമത്തതിന് അല്പൂടെ ശക്തി പകരുന്ന രൂപത്തിൽ അതേ ആശയം തന്നെയാണ് ശരിക്കും രണ്ടാമത്തതിന്, വേറൊരു സ്റ്റൈലാണെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു ഖബരിയായ ജുംലയിൽ വരുന്നു, രണ്ടാമത്തെ ഒരു ഇസ്തിഫാമിൻ്റെ രൂപത്തിൽ വരുന്നു. ഏതായാലും ഇവിടെ
ഇതുകൊണ്ട് ഉദ്ദേശം രണ്ടാമത്തത് ഒന്നാമത്തേനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. ഒമിൻഹാൽപ്പെട്ടാണ് ലെഹ്തറാസു. എഹ്തറാസ് റഹുഅദ യൂത്താഫി കലാമിൻ, കലാമിൽ കൊണ്ടുവരലാണ് യൂഹിമു ഖിലാഫൽ മഖ്സൂദി, അതായത് യഥാർത്ഥ ഉദ്ദേശത്തിന് വിരുദ്ധമായി തോന്നിക്കുന്ന കലാമുണ്ടാവും ചിലപ്പോൾ. യഥാർത്ഥ ഉദ്ദേശം, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് മഴ പെയ്യുന്നു എന്ന് പറയാനാണ് ഉദ്ദേശം, പക്ഷേ കലാമിൽ മഴ പെയ്യുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു രൂപം അതിനകത്തോട്ട് കലാമിലുണ്ടെങ്കിൽ ആ കലാമിൽ കൊണ്ടുവരിക ബിമാ യദ്ഫഉഹു, ആ ധാരണയെ തിരുത്തുന്നതായ ഒന്നിനെ. മനസ്സിലായില്ലേ? കലാമിൽ അടിസ്ഥാന ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരു ആശയം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരിക. ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് ഇഹ്തിറാസ് എന്നാ പറയുക. ഫസഖാദിയാറക്കി ഗൈറ മുഫ്സിദിഹാ സൗബുർ റബീഇ വദീമത്തുൻ തഹ്മീ. ഫസഖാദിയാറക്കി, നിന്റെ ഭവനങ്ങൾക്ക് ജലസേചനം ചെയ്തു. ഗൈറ മുഫ്സിദിഹ, അതിനെ നശിപ്പിക്കാത്ത രൂപത്തിൽ. നിന്റെ വീടിന് എന്താണ് ജലസേചനം ചെയ്തത്? അതിനെ നശിപ്പിക്കാത്ത രൂപത്തിൽ. സൗബുർ റബീഇ, എന്താണ് ആ വസന്തകാലത്തെ മഴയാണ്. വദീമത്തുൻ, എന്താണ് തഹ്മീ, അതായത് ഈ പറയപ്പെട്ടതുപോലെ ദീമത്തുൻ മഴ തന്നെയാണ് അർത്ഥം. ദീമത്തുൻ തഹ്മീ, വളരെ എന്താണ് ശാന്തമായ മഴയാണ് ആ വീടിന് വെള്ളമെല്ലാം നൽകിയത്. ഇടിയും മിന്നലും ഒന്നുമില്ലാത്ത ശാന്തമായ മഴയ്ക്കാണ് എന്ത് ചെയ്യുക, ശാന്തമായ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കൂലേ, അതിനാണ് ദീമത്തുൻ എന്ന് പറയുക. ദീമത്തുൻ തഹ്മി എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന വളരെ ശാന്തമായ മഴ. ഏതായാലും ആ മഴയാണ് നശിപ്പിക്കാത്ത രൂപത്തിൽ നിൻ്റെ വീടിനെ എന്ത് ചെയ്തത്, നിൻ്റെ വീടിന് എല്ലാം നൽകിയത് എന്ന് പറയുകയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ സഖാദിയാറക്കി സൗബുർ റബീഇ വദീമത്തുൻ തഹ്മി, ഈ മഴയാണ് വീടിന് വെള്ളം കൊടുത്തതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മഴ നശിപ്പിച്ചു എന്നർത്ഥം വരുമെന്നൊരു സംശയമുണ്ട്. ഈ മഴ പെയ്ത് 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 വീടിന് നാശം വരുത്തി എന്ന് പറയലാണോ? അതാണ് ഗൈറ മുഫ്സിദിഹ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ ഇതൊക്കെ ഇത്നാബാണ്, അതായത് അല്പം കൂട്ടി പറഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പോൾ കൂട്ടി പറഞ്ഞതിന് അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ടെന്നാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ആകെ ചുരുക്കം. അമിനാദിൽപ്പെടുന്ന തക്മീൽ വഹുവ യൂത്ത ബി ഫضലത്തിൻ, ഒരു ഫضലെ കൊണ്ടുവരിക. തസീദുൽ മാന ഹസന, ഫضല എന്ന് വെച്ചാൽ ഉംദയുടെ വിപരീതമാണ്. കലാമിൽ ഉംദയുണ്ട്, ഫضലയുണ്ട്. ഉംദ എന്ന് വെച്ചാൽ മുഖ്യ എന്താണ് ഘടകങ്ങൾ, ഫضല എന്ന് വെച്ചാൽ എന്താണ് പറയുക, ഒരു അനുബന്ധ ഘടകങ്ങൾ എന്ന് നമുക്ക് ഓർക്കുക. മനസ്സിലായല്ലേ? അനുബന്ധ ഘടകങ്ങളും മുഖ്യ ഘടകങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ അതില്ലാതെ ആ ഒരു കലാം ആവുകയില്ല. അനുബന്ധ ഘടകങ്ങളോ അതില്ലാതെ ആ കലാമാകും. ഫായിൽ ഉംദയാണ്, മഫ്ഊല് ഫضലയാണ്. ഫായിലില്ലാതെ ഫീല് എന്ത് ചെയ്യുക, ഉണ്ടാവുകയില്ല, ജുംല ഉണ്ടാവുകയില്ല. പക്ഷെ മഫ്ഊലില്ലാതെ ജുംല യഥേഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനം അതാ പറഞ്ഞത്, ആശയത്തിന് ഒരു മനോഹാരിത നൽകാൻ കഴിയുന്ന ഫضലയെ കൊണ്ടുവരിക. വയുത്ഇമൂന ത്വആമ, ആഹാരം അവർ ഭക്ഷിപ്പിക്കുന്നു, അല ഹബ്ബിഹി, ആഹാരത്തോട് ഇഷ്ടമുള്ളതിനോടൊപ്പം, ഐ മാ ഹബ്ബിഹി. അപ്പോൾ വദാലിക അബ്ലഗു ഫിൽ കറമി, അത് ഉദാരതയുടെ വിഷയത്തിൽ അങ്ങേയറ്റം അർത്ഥം നൽകുന്നതാണ് യുത്ഇമൂന ത്വആമ അല ഹബ്ബിഹി എന്ന് പറയുന്നത്. അപ്പോൾ അല ഹബ്ബിഹി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ? വേണമെങ്കിൽ ആഹാരം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല ഹബ്ബിഹി എന്ന് വെച്ചാൽ ആഹാരത്തോട് സ്നേഹമുള്ളതിനോടൊപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു ആഹാരം കഴിപ്പിക്കുന്നതിൻ്റെ റേഞ്ച് അത് വേറെ ആവുകയാണ്. കാരണം ആഹാരം വേസ്റ്റ് വന്നിട്ട് കളയുന്നതല്ല. ചിലപ്പോൾ ചില അനാഥ മന്ദിരങ്ങൾക്ക് കല്യാണത്തിന് ബാക്കി വരുന്നതുകൊണ്ട് കൊടുക്കാറുണ്ട്. അത് അനാഥ മക്കളോടുള്ള സ്നേഹമല്ല, ഈ ബാക്കി വരുന്ന ഭക്ഷണം കൊട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു വിഷമം കൊണ്ട് അത് കൊടുക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ ഈ പറയപ്പെട്ട ഇഷ്ടമുള്ളതിനോടുകൂടി എന്ന് പറയുമ്പോൾ ആ ഒരു ആഹാരം കഴിപ്പിക്കുന്നതിൻ്റെ ഒരു മെറിറ്റ് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതിലൂടെ നമുക്ക് ഈജാസ് എന്താണ്, ഇത്നാബ് എന്താണ്, മുസാവത്ത് എന്താണെന്ന് വ്യക്തമായി. അപ്പോൾ അത് നിർബന്ധമായിട്ട് എല്ലാവരും നോക്കുക. വസ്ല് ഫസ്ൽ എല്ലാവരും നോക്കുക. ഖസ്റും എല്ലാവരും നോക്കുക. 3 പാഠം എന്ത് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അവസാനം നമ്മൾ ഒരു ഖാത്തിമയുണ്ട്, ആ ഖാത്തിമ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം.
അത് കഴിഞ്ഞാൽ ഇൽമുൽ ബയാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഖാത്തിമയും ഏകദേശം ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമായതുകൊണ്ട് തന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും അതിനകത്ത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടാലും അത്ഭുതം ഒന്നുമില്ല.